നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വീണ്ടും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രയേൽ, US, ഇറാൻ എന്നിവർക്കിടയിൽ രൂപപ്പെട്ട യുദ്ധാവസ്ഥ കടൽ, വിമാന ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടാൻ കാരണമായി. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഗൾഫ് മേഖലയിൽ വ്യാപാര ഗതാഗതം മന്ദഗതിയിലായി. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ തീര സംസ്ഥാനങ്ങൾ കൂടിയാണ്. അവയിൽ ഗൾഫ് രാജ്യങ്ങളുമായി ദൃഢമായ വ്യാപാര ബന്ധമുള്ള കേരളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുകയാണ്. ഇസ്രയേൽ, US, ഇറാൻ യുദ്ധത്തെ തുടർന്ന് കടൽ, വിമാന മാർഗങ്ങൾ അടഞ്ഞതോടെ കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചു. വിമാനമാർഗം 3 ദിവസമായി ചരക്കുകൾ പോകുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കൊച്ചി തുറമുഖത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കാർഗോ ബുക്കിംഗ് നിർത്തിവെച്ചതായി ഷിപ്പിംഗ് കമ്പനികൾ അറിയിച്ചു. ഇതോടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്ന ഗൾഫ് നാടുകളിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായി നിലച്ചു എന്ന് വേണം പറയാൻ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ഇറാഖ് എന്നിവിടങ്ങളിലേക്കും ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്കും ചരക്ക് അയക്കുന്നതാണ് നിർത്തിവെച്ചത്. UAE-യിലെ ജബൽ അലി പോർട്ട് അടച്ചതോടെ മാർച്ച് 1-ന് പുലർച്ചെ 1:15-ന് കൊച്ചി തുറമുഖത്ത് നിന്ന് ചരക്കുമായി പുറപ്പെട്ട സോങ്കു തൈവാൻ എന്ന കപ്പലിന്റെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയിലാണ് കയറ്റുമതിക്കാർ. 50,000 ടൺ സാധനങ്ങൾ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഈ കപ്പലിൽ ശീതീകരണ സംവിധാനമുള്ള 100ഓളം കണ്ടെയ്നറുകളാണുള്ളത്. മിക്കവാറും ചരക്കിറക്കാനാവാതെ കപ്പലിന് തിരിച്ചു പോരേണ്ടി വരും. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ലക്ഷങ്ങൾ മൂല്യമുള്ള ഈ സാധനങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഇവിടുത്തെ വിപണിയിലും വിറ്റഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാകും. നിലവിൽ ചരക്കു കയറ്റി തയ്യാറാക്കിയ കണ്ടെയ്നറുകളെല്ലാം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളിൽ ഇറക്കാൻ അനുവദിക്കാതെ തിരിച്ചയക്കുകയാണ്. വിമാനമാർഗം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായി നിലച്ചതിനു പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും നിലച്ച മട്ടാണ്. ഞായറാഴ്ച കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റി അയക്കാനായില്ല. പെട്ടെന്ന് കേടാവുന്നതായതിനാൽ ഇവ പിന്നീട് പ്രാദേശിക വിപണികളിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയായി. വലിയ നഷ്ടമാണ് കയറ്റുമതിക്കാർക്ക് ഇതുകൊണ്ടുണ്ടായത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ദീർഘകാലം തുടരുകയാണെങ്കിൽ അതിന്റെ സാമ്പത്തിക ആഘാതം കേരളത്തിനും ഇന്ത്യക്കും ഗൗരവമുള്ളതായി. കയറ്റുമതി നിലച്ചതോടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ആദ്യം തന്നെ പ്രതിസന്ധിയിലാകും. മത്സ്യബന്ധനം, കൃഷി, മസാല കയറ്റുമതി, കയർ വ്യവസായം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനം തകരാൻ സാധ്യതയുണ്ട്. ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി കയറ്റുമതി ചെയ്യാനാകാത്തത് നഷ്ടവും കടബാധ്യതയും വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള സാമ്പത്തികാവസ്ഥയും സമ്മർദ്ദത്തിലാകും. എണ്ണവില ഉയരുന്നത് വ്യാപാര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം ഇടയാക്കുകയും ചെയ്യും. ഗതാഗത ചെലവ് കൂടുന്നതോടെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ശക്തമാകും. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ നേരിട്ടുള്ള ആഘാതം ഉണ്ടാക്കും. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും വരുമാനവും അനിശ്ചിതത്വത്തിലാവുന്നെങ്കിൽ കേരളത്തിലേക്കുള്ള വിദേശ നാണ്യ വരവിലും കുറവുണ്ടാകും. ഈ പ്രതിസന്ധി ഒരു മുന്നറിയിപ്പാണ്. ആഗോള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളെ എത്ര വേഗത്തിൽ ബാധിക്കാമെന്നത് ഇത് തെളിയിക്കുന്നു. അതിനാൽ വിപണി വൈവിധ്യവൽക്കരണം, പകരം കയറ്റുമതി മാർഗങ്ങൾ കണ്ടെത്തൽ, ആഭ്യന്തര ഉൽപാദനവും സംഭരണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തൽ തുടങ്ങിയ ദീർഘകാല നടപടികൾ അനിവാര്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏകോപിതമായി ഇടപെട്ട് വ്യവസായങ്ങൾക്ക് ധനസഹായവും നയപരമായ ഇളവുകളും നൽകേണ്ടതുണ്ട്. യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക വളർച്ചയെ തളർത്തുന്ന ഘടകങ്ങളാണെന്ന് ഈ സാഹചര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സമാധാനപരമായ നയതന്ത്ര പരിഹാരങ്ങളിലൂടെ മാത്രം ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പിക്കാനാകും. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ അത്യാവശ്യമായത് സ്ഥിരതയും സഹകരണവുമാണ്.